ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ ഒരു ടയറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെറും 2 ടൈപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫ്ലവർ ബീഡും പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. എങ്ങനെയാണ് ഈ ഒരു ടയർ ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടയർ ഉണ്ടാക്കാനായിട്ട് 4mm ഗിയർ വയറാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ സിൽവർ കളറിലുള്ള ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള വൈറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു 6 എണ്ണം മതിയാവും. പിന്നെ വേണ്ടത് മീഡിയം സൈസിലുള്ള ബീഡ്സ് ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു 4mm ഗിയർ വയർ ഒരു 2-2.5 മീറ്റർ എടുക്കുക. അതായത് തുണി അളക്കുന്ന ടാപ്പല്ലേ, ആ ടാപ്പിന് ഒരു 2-2.5 മീറ്റർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെ പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് വൈറ്റ് ബീഡ്, ഫ്ലവർ ബീഡ്, പിന്നെ വീണ്ടും വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മളിത് നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പി നന്നായിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുക. ഇനി അതിലൊരു കമ്പി എടുത്തിട്ട് ഫസ്റ്റ് വൈറ്റ് ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ കമ്പിയുടെ അറ്റം ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് താഴെ ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയാണോ പിരിച്ചു കൊടുത്തിട്ടുള്ളത് അതേപോലെ താഴോട്ട് പിരിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേ ഫ്ലവേഴ്സ് പിരിച്ചു കൊടുത്തതാണ് ഈ കാണുന്നത്. 6 ഫ്ലവേഴ്സാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഒരു സൈഡിൽ 3 എണ്ണം, ഓപ്പോസിറ്റ് സൈഡിൽ 3 എണ്ണം വരുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഒരു കമ്പി പിരിച്ചു കൊടുക്കുകയാണ്. അതിലൊരു കമ്പി എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മുകളിലോട്ടാക്കിയിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പി ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൽ ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മുത്തും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഒരു മുത്തും കൂടെ കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു പാർട്ട് കിട്ടുന്നത്. എന്നിട്ട് ആ ബാലൻസ് വരുന്ന കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ താഴോട്ട് ഒരു പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ടയറ ബ്രൂച്ചൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് മാത്രമല്ല, ഞാനിതിന് മുന്നേ വീഡിയോ ചെയ്തതിൻ്റെ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇതിൻ്റെ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. രാവിലെയും രാത്രിയൊക്കെ ചെറുങ്ങനെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാലാവസ്ഥ നല്ല തണുപ്പാണ്. എൻ്റെ മൂക്കൊക്കെ അടഞ്ഞു കേട്ടോ. അപ്പോൾ പറയുമ്പോൾ അത്ര ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ 2 ദിവസമായിട്ട് എനിക്ക് തൊണ്ടവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യാനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ബാലൻസ് വരുന്ന 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇനി അടുത്തത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇനി 3 മുത്തുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, 3 മുത്തുകൾ വെച്ചിട്ടാണ് ബാക്കിയുള്ള പാർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ വലിയ പാർട്ടുകൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പാർട്ടും ചെയ്യുക. അപ്പോൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ ഇതെല്ലാം പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ഈ ഒരു കമ്പിയിൽ ഒരു മുത്ത് കോർത്ത് കൊടുക്കുകയാണ്.
എന്നിട്ട് അത് ഇതുപോലെ കുറച്ച് നീളത്തിന് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു മുത്ത് കോർക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ ഒരു മുത്തും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മുത്തുകൾ വെച്ചിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നീണ്ടു കിടക്കുന്ന ഈ ഒരു കമ്പി കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ചിങ്ങനെ കമ്പി കൂർത്ത് നിൽക്കുന്നുണ്ടാവും. അതിങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി കേട്ടോ, കയ്യിൽ കുത്തൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മളുടെ ടയർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ വെച്ച് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇതിൻ്റെ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടയറയുടെ പ്രത്യേകത വന്നിട്ട് കാണുമ്പോഴും സിമ്പിളായിട്ട് തോന്നും, തലയിൽ വെക്കുമ്പോഴും സിമ്പിളായിട്ടേ തോന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ കണ്ടാലേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു മെറ്റീരിയൽസ് അയച്ചു കൊടുത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഈ ഒരു മെറ്റീരിയൽ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.